നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ വീടുകളിൽ എല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലും അടുത്ത വീടുകളിലെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സഹായങ്ങളും നിലവിലുണ്ട്. ഇതൊന്നും അറിയാതെ 60 വയസ്സാകുന്നത് വരെ വിദേശത്ത് താമസിച്ച് നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതുപോലെ തന്നെ പലിശരഹിത വായ്പകൾ, മാസം നല്ലൊരു തുക പെൻഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്കുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്, അറിഞ്ഞിട്ടും ചെയ്യാത്ത ആളുകളുണ്ട്. ഇതെവിടെ നിന്നാണോ ചെയ്യുക, എവിടെയാണ് അപേക്ഷ കൊടുക്കുക എന്നെല്ലാം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. 6 മാസത്തിലധികം വിദേശത്ത് താമസിച്ച ഏതൊരാൾക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിലുണ്ട്. അവർ ആദ്യം ചെയ്യേണ്ടത് നോർക്ക ID കാർഡ് എടുക്കുക എന്നുള്ളതാണ്. നോർക്ക ID കാർഡ് എടുത്ത ആളുകൾക്ക് പിന്നീട് പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളാവാം. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോർക്ക കെയർ പ്ലസ് ആരോഗ്യ ഇൻഷുറൻസിലും അംഗങ്ങളാവാം. വെറും 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഗവൺമെൻറ് സ്കീമിൽ പല ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളും ഉണ്ടാവാറുണ്ട്. RSBI കാർഡ്, അതുപോലെ തന്നെ കാരുണ്യ ഇൻഷുറൻസ് കാർഡെല്ലാം. പക്ഷേ ഈ കാർഡിലൊന്നും നമ്മുടെ പ്രവാസികൾ അംഗങ്ങളാവാറില്ല. അവർ വർഷാവർഷം ഈ കാർഡ് പുതുക്കുന്നതും മറ്റുകൊണ്ട് തന്നെ ഒരുപാട് പ്രവാസികളും അവരുടെ കുടുംബങ്ങളെല്ലാം ഈ കാർഡിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രവാസികൾക്ക് അവരുടെ റേഷൻ കാർഡിൻ്റെ കളറോ അവരുടെ വരുമാനമോ മറ്റൊരു കാര്യവും നോക്കാതെ തന്നെ സർക്കാർ നൽകുന്ന ഇത്തരം ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോർക്ക കെയർ പ്ലസിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ കുട്ടികൾ, മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം മുതൽ 1 കോടിയുടെ വരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുക. 5000 മുതൽ 80,000 രൂപ വരെ തുടങ്ങുന്ന സ്കീമുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നിർബന്ധമായി നമ്മുടെ നോർക്ക ID കാർഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാസം 350 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷമാകുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഗൾഫ് നിർത്തി പ്രവാസം നിർത്തി നാട്ടിൽ വരികയാണെങ്കിൽ കൃഷിക്ക്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കെല്ലാമുള്ള പലിശരഹിത വായ്പകൾ, മറ്റ് ആനുകൂല്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നോർക്ക കെയർ, നോർക്ക ID കാർഡ്, പ്രവാസി ക്ഷേമനിധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ചെയ്യാൻ സാധിക്കുക. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്മൾ മുകളിൽ കൊടുത്ത ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ പെൻഷന് എങ്ങനെ അപേക്ഷിക്കാം, എത്ര രൂപയാണ് പെൻഷൻ ലഭിക്കുക, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നോർക്ക ID കാർഡിന് അപേക്ഷിച്ച് കാർഡ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണോ കാർഡ് ലഭിക്കാത്തത്, അതല്ലെങ്കിൽ കാർഡിൻ്റെ കോപ്പിയെല്ലാം അവർ മുഖേന ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്യുകയും മറ്റ് രാജ്യക്കാർക്ക് വാട്സപ്പിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേർക്കൽ, അതുപോലെ തന്നെ ഇൻഷുറൻസിൽ ചേർന്നതിന് ശേഷം ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ലഭിക്കും എന്ന അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പറാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേമനിധി എങ്ങനെ അടക്കാം, പഴയ കാർഡ് പുതുക്കൽ അടക്കമുള്ള കാര്യങ്ങളും അവർക്ക് നിങ്ങൾ വാട്സപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.